വീട്ടിൽ നിന്ന് പ്രസവിച്ച് ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞു. ഇത് ആദ്യത്തെ സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളും ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും മതമുണ്ട്, പല മതവിശ്വാസങ്ങളുണ്ട്, അതിനകത്ത് തന്നെ പല കൾട്ടുകളുണ്ട്, പല ചിന്താധാരകളുണ്ട്. അതൊക്കെ വേണം. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ആത്മീയമായ പരിഹാരത്തിന് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ മതപുരോഹിതരെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പൊ നിങ്ങളെ ഒരു മൊബൈല് കംപ്ലൈന്റ് ആയി, അത് നിങ്ങളൊരു മതപുരോഹിതന്റെ അടുത്ത് പോയി കൊണ്ടു കൊടുക്കൂലല്ലോ, ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി കൊണ്ടു കൊടുക്കൂലല്ലോ. നിങ്ങൾ നേരെ എന്താണ്, ഒരു മൊബൈൽ റിപ്പയർ ചെയ്യുന്ന ആളെടുത്ത് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കാറ് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി, നമ്മളൊരു കാർ മെക്കാനിക്കിന്റെ അടുത്താണ് കൊണ്ടുപോവുക. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അതിന്റെ എക്സ്പേർട്ടായ ആളുകളെയാണ് നമ്മൾ സമീപിക്കുക. പിന്നെ ഈ പ്രസവത്തിന്റെ കാര്യത്തിൽ മാത്രം എന്താണ്, വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ളൊരു സംഭവം. ഈ പറയുന്ന ഉസ്താദുമാരൊക്കെ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് തന്നെ യൂട്യൂബ് ചാനലുണ്ട്. അയാൾ കാൽനടയായി സഞ്ചരിച്ച് ആളുകളോട് നേരിട്ട് സംവദിക്കുകയല്ല ചെയ്യുന്നത്. അയാൾ ഏറ്റവും നല്ല മൈക്കും യൂട്യൂബിന്റെ ഏറ്റവും സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ഏറ്റവും പുതിയ വാഹനത്തിലും ഒക്കെ സഞ്ചരിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഇയാളാണ് ഭാര്യയെ പ്രസവിക്കാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് മാറ്റി നിർത്തിയത്. ഒന്നാമത് സ്ത്രീകളോടുള്ള ഒരു സമീപനത്തിന്റെ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആത്മീയപരമായ മതപരമായ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ മതപുരോഹിതരെ സമീപിക്കുക. അല്ലാതെ എല്ലാ കാര്യത്തിനും അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മൊബൈൽ കംപ്ലൈന്റ് ആയാലും കാർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും വേറെ എന്തെല്ലാ സർവീസിനും കറണ്ട് ബില്ല് അടക്കാനും എല്ലാം അവരെ തന്നെ സമീപിക്കുക. കാരണം ഈ കേരളത്തില് പിന്നെ ഇത്രയൊക്കെ ആരോഗ്യ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായത് അതിന് പിന്നിലൊക്കെ ഒരുപാട് വർഷത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിന്റെയൊക്കെ അധ്വാനമുണ്ട്. അതിനെ നമ്മൾ പരിഹസിക്കരുത്. പഴയ കാലത്തൊക്കെ 8ഉം 10ഉം പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് 1ഓ 2ഓ കുട്ടികൾ ബാക്കിയാവുക. ചിലപ്പോൾ കുട്ടികൾ തന്നെ ആ ബാക്കിയാവുന്ന കുട്ടികൾ തന്നെ അസുഖമുള്ളവരായിരിക്കും. സ്ത്രീകൾക്ക് ഈ പ്രസവ സംബന്ധിയായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും, പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോഷകാഹാരത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഹരിച്ചത് മോഡേൺ മെഡിസിന്റെ ഒരു വളർച്ച, അതിലൂടെ നമ്മുടെ സ്ത്രീകളുടെ പ്രസവം എളുപ്പമാക്കുകയും കുട്ടികളെ ആരോഗ്യകരമായ കുട്ടികളെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാനൊക്കെ സർക്കാരൊക്കെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ